നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പെരുവന്താനം മതമ്പയിലുണ്ടായ കാട്ടാന ആക്രമണത്തിൽ മരിച്ച വീട്ടമ്മയുടെ ഭവനം സന്ദർശിച്ച ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി മേഖലയിൽ താമസിക്കുന്ന 3 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുമെന്നും കുടുംബത്തിനുള്ള നഷ്ടപരിഹാര തുകയായ 10 ലക്ഷം രൂപ ഉടനെ കൈമാറുമെന്നും കളക്ടർ. കാട്ടാന ആക്രമണത്തിൽ വീട്ടമ്മ മരിച്ചത് അങ്ങേയറ്റം പ്രതിഷേധകരമാണെന്ന് ഡീൻ കുര്യാക്കോസ് MP. അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോൺക്രീറ്റ് പാലം നിർമ്മാണത്തിന് സംസ്ഥാന ബജറ്റിൽ പരിഗണന. 10 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തി. എന്നാൽ വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പദ്ധതിയായി മാറാൻ പാടില്ല എന്ന നിലപാടിലാണ് പ്രദേശവാസികൾ. കട്ടപ്പന നഗരസഭയിലെ LDF കൗൺസിലർമാർ നിരാഹാര സമരം നടത്തി. 8-ാം വാർഡ് കല്ലുകുന്നിലെ നിരവധി ആളുകളുടെ ആശ്രയമായ ആസിപ്പടി റോഡിനോട് നഗരസഭ അധികൃതർ കാണിക്കുന്ന നിഷേധാത്മക നിലപാടിനെതിരെയായിരുന്നു LDF സമരം. മറയൂരിലെ കരിമ്പ് കർഷകർ പ്രതിസന്ധിയിൽ. തൊഴിലാളികളുടെ ലഭ്യതക്കുറവും തമിഴ്നാട് ശർക്കരയുടെ കടന്നുവരവും വിലയിടിവുമാണ് പ്രതിസന്ധിക്ക് കാരണം. മുൻകാലങ്ങളെ അപേക്ഷിച്ച് മറയൂരിൽ കരിമ്പ് കൃഷി ഇറക്കുന്ന കർഷകരുടെ എണ്ണത്തിലും വൻ കുറവ്. വിശദമായ വാർത്തകൾ. പെരുവന്താനം മതമ്പയിലുണ്ടായ കാട്ടാനയാക്രമണത്തിൽ മരിച്ച വീട്ടമ്മയുടെ ഭവനം സന്ദർശിച്ച് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി മേഖലയിൽ താമസിക്കുന്ന 3 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുമെന്നും കുടുംബത്തിനുള്ള നഷ്ടപരിഹാര തുകയായ 10 ലക്ഷം രൂപ ഉടനെ കൈമാറുമെന്നും കളക്ടർ വി വിഘ്നേശ്വരി പറഞ്ഞു. കുടുംബത്തിൽ ഒരാൾക്ക് ജോലി നൽകാനുള്ള തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ്. ഇതിനാവശ്യമായി ഇടപെടൽ നടത്തും. എസ്റ്റേറ്റ് പ്രദേശം വെട്ടിത്തെളിക്കാതെ ഇട്ടതാണ് ആന ഇറങ്ങാനുള്ള സാഹചര്യം ഉണ്ടായത്. ഇതിനെതിരെ നടപടിയെടുക്കുമെന്നും കളക്ടർ വ്യക്തമാക്കി. ധനസഹായം 10 ലക്ഷമാണ്. മൂന്നാമത്തെ കാര്യം ഇവർക്ക് ഉള്ള ജോലിയുടെ കാര്യമാണ്. അത് സർക്കാർ തലത്തിലാണ് തീരുമാനമെടുക്കേണ്ടത്. ഞാൻ അതിലേക്കുള്ള റെക്കമെൻഡേഷൻ അയക്കും. 4-ാമത്തെ കാര്യം, ഇത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാതിട്ടതിൻ്റെ കാരണത്തെ കൊണ്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യത്തിലുള്ള നടപടിയും എടുക്കും. കാട്ടാന ആക്രമണത്തിൽ വീട്ടമ്മ മരിച്ചത് അങ്ങേയറ്റം പ്രതിഷേധകരമാണെന്ന് ഡീൻ കുര്യാക്കോസ് MP. വന്യജീവി ആക്രമണം എവിടെയൊക്കെ ഉണ്ടാകുന്നുവെന്നത് സംബന്ധിച്ചുള്ള വിവരശേഖരണം ലഭ്യമാകുമെങ്കിലും അതനുസരിച്ചുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ സംസ്ഥാന സർക്കാരിന് വീഴ്ച പറ്റുന്നു. ജില്ലയിൽ ഹോട്ട്സ്പോട്ടുകൾ നിശ്ചയിക്കുന്നതിലും വീഴ്ചകൾ സംഭവിച്ചു. കാടുപടലങ്ങൾ പിടിച്ചുകിടക്കുന്ന മേഖല ശുചീകരിക്കുന്നതിന് നടപടിയുണ്ടാകണം. നഷ്ടപരിഹാരം മാത്രം നൽകി വിഷയത്തെ അടിച്ചമർത്താതെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണ്ട നടപടികൾ സത്വരമായി ഉണ്ടാകണമെന്നും MP പറഞ്ഞു. ഇപ്പോൾ ഹോട്ട്സ്പോട്ടുകൾ തീരുമാനിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമുണ്ട്. ഇടുക്കി ജില്ല ഇത്രയും വിശാലമാണ്, ഒരുപാട് വനാതിർത്തിയുള്ള പ്രദേശമാണ്. മിക്കയിടങ്ങളിലും വന്യജീവി ആക്രമണമുണ്ട്, പ്രത്യേകിച്ചും കാട്ടാന ആക്രമണമുണ്ട്. പക്ഷേ ആ പ്രദേശങ്ങളെല്ലാം ഹോട്ട്സ്പോട്ടിൽ ഉൾക്കൊള്ളിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടില്ല. നടപടിക്രമങ്ങൾ ഒന്നും തന്നെ പാലിച്ചിട്ടില്ല. പ്രത്യേകിച്ചും ഈ മരണപ്പെട്ട വ്യക്തി തന്നെ, ഈ വീട്ടമ്മ തന്നെ 2 വർഷത്തിന് മുമ്പ് പറഞ്ഞിരിക്കുന്നതായ ഒരു ബൈറ്റ് വളരെയധികം വേദന ഉളവാക്കുന്ന കാര്യമാണ്. അവർ അവിടെ ജീവിക്കുന്നത് മറ്റു നിർവാഹമില്ലാത്തതുകൊണ്ടാണ്. ഈ കാട്ടാനയെ പേടിച്ചുകൊണ്ടാണ് അവർ വർഷങ്ങളായി ജീവിക്കുന്നത്. പക്ഷേ ഇതുവരെയും യാതൊരു തരത്തിലുമുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. പിന്നെ TRNDയുടെ ഭാഗത്തു നിന്ന് ആ ഭാഗത്തൊക്കെ കാട് വെട്ടിത്തെളിച്ച് അവിടെ മനുഷ്യവാസ യോഗ്യമാക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. അവിടെ ഇപ്പോഴും കാട് പിടിച്ച് നിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ ഈ പറയപ്പെടുന്നത് പോലെ ആന വരുന്നത് കാണാനുള്ള ഒരു വിസിബിലിറ്റി ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിൽ കാട് വെട്ടിത്തെളിക്കാനും അതോടൊപ്പം തന്നെ ഈ എസ്റ്റേറ്റിനോട് തൊട്ടുചേർന്ന് വനത്തിൻ്റേതാണ് എന്ന് അവകാശപ്പെടുന്ന ഭൂമി, പറയപ്പെടുന്നത് പോലെ TRNDയുടേതാണെന്ന് അവരവകാശപ്പെടുന്ന ഭൂമി അവിടെ മുഴുവൻ കൊടുങ്കാടായി കിടക്കുകയാണ്. ആ പ്രദേശം ഉൾപ്പെടെ വെട്ടിത്തെളിക്കാൻ അധികൃതർ തയ്യാറാകേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഈ കുടുംബത്തെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ജോലി ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ ജോലി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കമ്പനി മാനേജ്മെൻറ്റ് ഏറ്റിട്ടുള്ള കാര്യങ്ങൾ, അവർക്ക് മറ്റൊരു സേഫായിട്ടുള്ള പ്രദേശത്തേക്ക് മാറി താമസിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കിക്കൊള്ളാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് വളരെ ഇമ്മീഡിയറ്റായി നടപ്പിലാക്കേണ്ട കാര്യമാണ് ഇവർ രണ്ടും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ അവധാനതയോട് കൂടിയിട്ടുള്ളൊരു നടപടി ഉണ്ടാവുകയും നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് പ്രശ്നം പരിഹരിക്കാമെന്നുള്ള ആ ഒരു ദുഷ്ടലാക്ക് അവസാനിപ്പിച്ചുകൊണ്ട് ഒരാൾ മരണപ്പെട്ടാൽ ഉടനെ തന്നെ നഷ്ടപരിഹാരം കൊടുത്തു, എല്ലാ പ്രശ്നവും അവസാനിച്ചു എന്നുള്ള ആ ഒരു സ്ഥിരം പല്ലവി ഇവിടെ ആവർത്തിക്കാതെ മറ്റ് നടപടികൾ ചെയ്തുകൊണ്ട് വളരെ സേഫായിട്ടുള്ള ഒരു സംവിധാനം ഈ നാട്ടിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടാൻ. അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോൺക്രീറ്റ് പാലം നിർമ്മാണത്തിന് സംസ്ഥാന ബജറ്റിൽ പരിഗണന. 10 കോടി രൂപയാണ് ബഡ്ജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. എന്നാൽ വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പദ്ധതിയായി മാറാൻ പാടില്ല എന്ന നിലപാടിലാണ് പ്രദേശവാസികൾ. അയ്യപ്പൻകോവിൽ തൂക്കുപാലത്ത് അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോൺക്രീറ്റ് പാലം എന്ന ആവശ്യം വർഷങ്ങളായി നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നതാണ്. ഇടുക്കി ഡാമിന്റെ വൃഷ്ടിപ്രദേശമായി ഇവിടെ ഒരു വാഹനത്തിന് മാത്രം കടന്നുപോകാവുന്ന പാലം മാത്രമാണുള്ളത്. കൂടാതെ ഇടുക്കി ഡാമിൽ ജലനിരപ്പ് ഉയരുമ്പോൾ ഈ പാലം വെള്ളത്തിനടിയിലാവുകയും ചെയ്യും. ഇതോടെ അയ്യപ്പൻകോവിൽ നിന്നും കോഴിമല അടക്കമുള്ള പ്രദേശത്തേക്ക് കിലോമീറ്റർ ചുറ്റി വേണം ആളുകൾക്ക് യാത്ര ചെയ്യാൻ. ഈ സാഹചര്യത്തിൽ ഇവിടെ പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു. നിലവിൽ 10 കോടി രൂപയാണ് ബജറ്റിൽ പാലം നിർമ്മിക്കുന്നതിനായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
രണ്ട് പഞ്ചായത്തുകളെയും രണ്ട് നിയോജകമണ്ഡലങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചരിത്രപരമായ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് അയ്യപ്പൻകോവിൽ. അയ്യപ്പൻകോവിൽ ഇന്ന് കാണുന്ന തൂക്കുപാലം അത് വളരെ മനോഹരമായി സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ചരിത്ര പ്രാധാന്യം എന്നുള്ള നിലയിൽ തന്നെ അവിടെ ഒരു നല്ല മനോഹരമായ കോൺക്രീറ്റ് പാലം തീരുമ്പോൾ ആ പഴയ പാലം അവിടെ നിലനിർത്തി ടൂറിസം സാധ്യതകൾക്ക് കുറേ കൂടി പ്രയോജനപ്പെടുത്താനും അതോടൊപ്പം യാത്ര സുഗമമാകാനും കഴിയുന്ന രണ്ട് പഞ്ചായത്തുകളെയും നിയോജകമണ്ഡലം തമ്മിൽ അടുപ്പിക്കുന്ന നാട്ടുകാർക്ക് ഏറെ പ്രയോജനകരമാകുന്നൊരു പാലമാണ് നമുക്ക് പൂർത്തിയാക്കാനായിട്ട് സാധിക്കുക. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടപടികളെല്ലാം നേരത്തെ ആരംഭിച്ചതാണ്. പാലത്തിന് DPR ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ തയ്യാറെടുത്തിട്ടുള്ളതാണ്. എന്നാൽ അതോടൊപ്പം ഇനി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായും ഇതര ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ചർച്ചകൾ നടത്തി അടിയന്തരമായി കാര്യം ചെയ്യുന്നതിനുള്ള നടപടികളിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇവിടെ കോൺക്രീറ്റ് പാലം നിർമ്മിക്കാൻ 5 കോടി രൂപ അനുവദിച്ചിരുന്നു. പൈലിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ ആരംഭിച്ചുവെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. ഒപ്പം വിവിധ വകുപ്പുകളുടെ ചേർച്ചക്കുറവും പ്രതിസന്ധി സൃഷ്ടിച്ചു. തുടർന്നുള്ള വർഷങ്ങളിലും മേഖലയിലെ ജനങ്ങൾക്ക് വാഗ്ദാനങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. 2025 ബജറ്റിൽ 10 കോടി രൂപ കോൺക്രീറ്റ് പാലത്തിനായി നീക്കിവെക്കുന്നുവെന്ന് പറയുമ്പോഴും ഇതും പഴയ വാഗ്ദാനങ്ങൾ പോലെയാകുമോ എന്ന സംശയം മാത്രമാണ് പൊതുജനങ്ങൾക്കുള്ളത്. അയ്യപ്പൻകോവിൽ എന്ന ഒരു പ്രദേശത്തെ അറിയപ്പെടുന്ന അതിൻ്റെ പ്രാവീണ്യം എത്രത്തോളം വലുതാണ് എന്ന് നമുക്കറിയാം. പ്രദേശത്തെ അറിയപ്പെടുന്നത് പോലും അയ്യപ്പൻകോവിൽ എന്നാണ്. തീർച്ചയായിട്ടും ഇന്ന് 2 പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ പാലം പുതിയ ബഡ്ജറ്റിൽ കേരള ഗവൺമെൻറ് പുതിയ ബഡ്ജറ്റിൽ 10 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ പ്രദേശവാസികളുടെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ഒരു പാലം വരിക എന്നുള്ളത്. നമുക്കറിയാം ഇന്നൊരു തൂക്കുപാലമുണ്ട്, അതിൻ്റെ മെയിൻ്റനൻസ് കറക്റ്റായിട്ട് നടക്കുന്നില്ല. യാത്രാക്ലേശം വളരെ രൂക്ഷമാണ് മഴക്കാലമാകുമ്പോൾ. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഇത് ഈ നാട്ടിലെ പ്രദേശവാസികളെ 2 പഞ്ചായത്തുകൾ മാത്രമല്ല 2 മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പാലമാണ് ഇന്നിപ്പോൾ നിലവിൽ വരാൻ പോകുന്നത്. എത്രയും പെട്ടെന്ന് ഇത് പൂർത്തീകരിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിന് സമർപ്പിക്കണമെന്ന് മാത്രം ഇങ്ങനെയൊരു പ്രദേശവാസികൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളെല്ലാവരും സ്വീകരിക്കും. നിരവധി വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന മേഖലയാണ് അയ്യപ്പൻകോവിൽ തൂക്കുപാലം. കൂടാതെ പുരാതന ക്ഷേത്രത്തിലേക്ക് ഓരോ ദിവസവും നിരവധി ഭക്തജനങ്ങളും എത്തുന്നു. കോഴിമല ആദിവാസി മേഖലകളിലേക്കുള്ള നിരവധി ആളുകളാണ് ഇതുവഴി കടന്നുപോകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ വെള്ളത്തിലാണ്ടു പോകുന്ന കൊച്ചുപാലമാണ് ഇവരുടെ ആശ്രയം. കാൽനടയാത്രയ്ക്കായി തൂക്കുപാലവും ജലാശയത്തിൽ വെള്ളം വരുന്ന സാഹചര്യത്തിൽ ചങ്ങാടവുമാണ് യാത്രാമാർഗം. കട്ടപ്പന നഗരസഭയിലെ LDF കൗൺസിലർമാർ നിരാഹാര സമരം നടത്തി. 8-ാം വാർഡിലെ കല്ലുകുന്നിലെ നിരവധി ആളുകളുടെ ആശ്രയമായ അസിപ്പടി റോഡിനോട് നഗരസഭാ അധികൃതർ കാണിക്കുന്ന നിഷേധാത്മക നിലപാടിനെതിരെയാണ് LDF സമരവുമായി രംഗത്തെത്തിയത്. കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം മനോജം തോമസ് ഉദ്ഘാടനം ചെയ്തു. 2018 പ്രളയത്തിൽ തകർന്ന റോഡിന്റെ അപകടാവസ്ഥ പരിഹരിക്കുന്നതിന് മന്ത്രി റോഷി അഗസ്റ്റിൻ 47 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ നഗരസഭയുടെ കെടുകാര്യസ്ഥത മൂലം മണ്ണ് പരിശോധന അടക്കമുള്ള നടപടികൾ വൈകി. ഇതോടെ മാർച്ച് 31-ന് അനുവദിച്ച തുക നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. വർഷങ്ങളായി വിഷയം അധികാരികളുടെ മുമ്പിൽ പെടുത്തിയിട്ടും നഗരസഭ മുഖം തിരിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചു പോരുന്നത്. കൂടാതെ വിവിധ വികസന പ്രവർത്തനങ്ങളിൽ അനുവദിക്കുന്ന തുകകൾ നഷ്ടപ്പെടുത്തുക മാത്രമാണ് നഗരസഭാ ഭരണസമിതി ചെയ്യുന്നത്. ഇതിനെതിരെയാണ് നഗരസഭാ ഓഫീസിന് മുമ്പിൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ LDF കൗൺസിലർമാർ നിരാഹാര സമരം നടത്തിയത്. കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം മനോജം തോമസ് ഉദ്ഘാടനം ചെയ്തു. ഇത് ഈ മുനിസിപ്പാലിറ്റി ഭരണം നടത്തുന്ന ആർക്ക് വേണ്ടിയാണ് ഭരണം നടത്തുന്നത്? ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയല്ലേ ഭരണം നടത്തുന്നത്? പണം കൊണ്ടായിട്ടും അത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ കഴിയാത്ത നിലയിൽ ഉപയോഗിക്കാതെ ഉദ്യോഗസ്ഥരെ കൊണ്ട് അതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ആ പദ്ധതി പൂർത്തീകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാത്ത കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ കെടുകാര്യസ്ഥത നമുക്ക് സഹിക്കാൻ പറ്റാത്തതിനും അധികമാണ്. ഇതിനെതിരെ ജനങ്ങൾ ഉണരേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം ഇവിടെ ഉള്ളതായിട്ടുള്ള മറ്റു പദ്ധതികൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 2018 തന്നെ അനുവദിച്ചാണ് ഷെൽട്ടർ ഹോം. അന്ന് ഷെൽട്ടർ ഹോം 3 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ട് അന്നൊരു TS മാത്രം വാങ്ങേണ്ട കാര്യം മാത്രമേ ഉള്ളായിരുന്നു. അതിന് TS വാങ്ങിച്ചെടുത്ത് 2024 ഇപ്പോഴാണ് TS വാങ്ങിച്ചെടുത്ത് പണി തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഈ വിവിധങ്ങളായ കാര്യങ്ങളിൽ ഒരു വാർഡിലെ നമുക്കറിയാം കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലുള്ള PWD റോഡുകൾ എല്ലാം നല്ല നിലയിൽ കിടക്കുമ്പോൾ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലുള്ള മുനിസിപ്പൽ റോഡുകൾ എല്ലാം നാശമായി കിടക്കുന്നു എന്നുള്ളതും ഈ മുനിസിപ്പാലിറ്റിയുടെ കെടുകാര്യസ്ഥയുടെ ഉദാഹരണമാണ്. കൗൺസിലർമാരായ ഷാജി കൂത്തോടി, ബിനു കേശവൻ, ധന്യാനിൽ, അജി തങ്കച്ചൻ, ബിന്ദുലത രാജു, നിഷ PM എന്നിവരാണ് നിരാഹാരം അനുഷ്ഠിക്കുന്നത്. സമരത്തിന്റെ ഉദ്ഘാടന യോഗത്തിൽ LDF നേതാക്കളായ മാത്യു ജോർജ്, MC ബിജു, TGM മണിക്കൽ, CR മുരളി തുടങ്ങിയവർ പങ്കെടുത്തു. മറയൂരിലെ കരിമ്പ് കർഷകർ പ്രതിസന്ധിയിൽ. തൊഴിലാളികളുടെ ലഭ്യതക്കുറവും തമിഴ്നാട് ശർക്കരയുടെ കടന്നുവരവും വിലയിടിവുമാണ് പ്രതിസന്ധിക്ക് കാരണം. മുൻകാലങ്ങളെ അപേക്ഷിച്ച് മറയൂരിൽ കരിമ്പ് കൃഷി ഇറക്കുന്ന കർഷകരുടെ എണ്ണത്തിലും കുറവുണ്ടായിട്ടുണ്ട്. ഏറെ പേരുകേട്ടതാണ് മറയൂരിലെ കരിമ്പ് കൃഷി.
കരിമ്പ് കൃഷിയിൽ നിന്നും കർഷകർ ഉൽപ്പാദിപ്പിച്ചിരുന്ന മറയൂർ ശർക്കരയ്ക്ക് വർഷങ്ങൾക്ക് മുമ്പേ ഭൗമസൂചിക പദവി ലഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് മറയൂരിലെ കരിമ്പ് കർഷകർ വിവിധങ്ങളായ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുകയാണ്. കരിമ്പിൻ തോട്ടത്തിൽ കൃഷിജോലികൾക്കായി തൊഴിലാളികളെ കിട്ടാനില്ലെന്ന് കർഷകർ പറയുന്നു. തമിഴ്നാട് ശർക്കരയുടെ കടന്നുവരവ് നിയന്ത്രിക്കാനാവാത്തതാണ് മറ്റൊരു പ്രതിസന്ധി. ഇതുമൂലം മറയൂർ ശർക്കര എന്ന പേരിൽ വ്യാജ ശർക്കര വിപണിയിൽ എത്തുന്നുവെന്നും ഇത് വിലയിടിവിനും യഥാർത്ഥ ശർക്കരയുടെ വിൽപ്പനക്കുറവിനും ഇടവരുത്തുന്നുവെന്നും കർഷകർ പറയുന്നു. വ്യാജ ശർക്കര എന്ന് പറഞ്ഞാൽ നമ്മൾ അധ്വാനിച്ച് കൊണ്ടുപോയി കൊടുക്കുന്ന സാറിന് 80 രൂപയ്ക്ക് 1 കിലോ ശർക്കര കൊടുക്കുന്നുണ്ട്. അതേ സംഭവം തമിഴ്നാട്ടിൽ നിന്നും മറ്റേ കർണാടകയിൽ നിന്നും ശർക്കര കൊണ്ടുവന്നിട്ട് 45 രൂപ 50 രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർക്ക് വില കുറഞ്ഞ സാധനം വേണം. സാധനം ഇത്രേ വേണം. വിലയും കുറവായിട്ട് കിടക്കണം, സാധനം ഒത്തിരി വേണം. അതുകൊണ്ട് അവർ കുറഞ്ഞ സാധനം വിലയ്ക്ക് മേടിക്കുകയുള്ളൂ, നല്ല സാധനം മേടിക്കത്തില്ല. പിന്നീട് കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കുന്നത് ഇത്ര പൈസ അവർ പറയുന്ന പൈസ കൊടുത്തിട്ട് പോകും. ഇപ്പം തന്നെ നാട്ടുകാരെല്ലാം ഒന്ന് സൂചിപ്പിച്ചോളൂ, 10 രൂപ കൂട്ടി നല്ല സാധനം മേടിച്ച് കഴിക്കുക. നല്ല കൃഷിക്കാരൻ നന്നാകും, നിങ്ങൾ നന്നായിട്ട് പോകത്തുള്ളൂ. വില കുറഞ്ഞിട്ട് നിങ്ങൾ വിഷം മേടിച്ച് കളിക്കണ്ട. അതാണ് നമ്മൾ പറയാനുള്ളത്. എല്ലാ കൃഷിക്കാർക്കും സപ്പോർട്ട് ചെയ്യുക, സഹായം ചെയ്യുക. കാലാവസ്ഥാ വ്യതിയാനമാണ് കരിമ്പ് കർഷകർ നേരിടുന്ന മറ്റൊരു ഭീഷണി. കഴിഞ്ഞ വർഷമുണ്ടായ കനത്ത വേനലിൽ വലിയ തോതിൽ കരിമ്പ് കൃഷി ഉണങ്ങി നശിച്ചിരുന്നു. ഇതിന് മതിയാംവിധമുള്ള നഷ്ടപരിഹാരം ലഭിച്ചില്ലെന്ന പരാതിയും കർഷകർക്കുണ്ട്. ഇപ്പം പണിക്കാർ കിട്ടാതും മറയൂർ ശർക്കര വന്നിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വ്യാജമായിട്ട് കൊണ്ടുവരുന്ന കാരണം ഭയങ്കര വലിയ അത് നിർത്തുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല. എന്നാലും നമ്മുടെ ശർക്കരയ്ക്ക് 150 രൂപ നല്ല വിലയും കിട്ടും. കൃഷിക്കാർക്ക് 10 രൂപ ലാഭം കിട്ടിക്കഴിഞ്ഞാൽ പാഞ്ഞ് നമുക്ക് കൃഷി ചെയ്യാൻ താല്പര്യം വരത്തുള്ളൂ. ഇപ്പോൾ വന്ന സ്വർണ്ണം മാളയൊക്കെ പണയം വെച്ച് കഴിഞ്ഞാൽ തിരിക്കാൻ അതുകൊണ്ട് പലിശ പോലും അടയ്ക്കുമ്പോൾ കിട്ടുന്നില്ല. അത് വന്യമൃഗങ്ങൾ ശല്യമുണ്ട്. അതിനൊക്കെ അത് പോയാലും കുഴപ്പമില്ല. മറ്റേ വെള്ളം കിട്ടാതെ മഴയില്ലാതെ എല്ലാ കൃഷിയൊക്കെ ഉണങ്ങിപ്പോകുന്നുണ്ട്. അതിൻ്റെ സബ്സിഡി വന്നിട്ട് 1 ഏക്കറിന് 8000 തരുന്നുണ്ട്. ഇപ്പം അതും ഇല്ല. എല്ലാ കൃഷിക്കാരൊക്കെ കൃഷി ഉപേക്ഷിച്ചിട്ട് പോകുന്നുണ്ട്. കാട്ടുമൃഗശല്യവും കരിമ്പ് കർഷകർക്ക് തിരിച്ചടിയാകുന്നു. പ്രതികൂല സാഹചര്യങ്ങൾ കൊണ്ട് കരിമ്പ് കൃഷി ചെയ്തിരുന്ന കർഷകരിൽ പലരും കൃഷിയിൽ നിന്നും പിൻവാങ്ങിയിട്ടുണ്ട്. ഇതോടെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് മറയൂരിൽ കരിമ്പ് കൃഷി കുറഞ്ഞു. നിലവിലെ സ്ഥിതി തുടർന്നാൽ കൂടുതൽ കർഷകർ കരിമ്പ് കൃഷിയിൽ നിന്നും പിൻവാങ്ങിയേക്കാം. അടിമാലി ടൗണിലും പരിസര പ്രദേശങ്ങളിലും മാലിന്യ നിക്ഷേപം വർദ്ധിക്കുന്നുവെന്ന ആക്ഷേപങ്ങളുടെ അടിസ്ഥാനത്തിൽ നിയമലംഘകർക്കെതിരെ നടപടി ഘടിപ്പിക്കാൻ അടിമാലി ഗ്രാമപഞ്ചായത്ത്. ഏതെങ്കിലും വിധത്തിലുള്ള മാലിന്യ നിക്ഷേപം കണ്ടെത്തിയാൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നന്ദകുമാർ പറഞ്ഞു. കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് മാലിന്യ നിക്ഷേപം അടക്കമുള്ള നിയമലംഘനങ്ങൾക്കെതിരെ 10 ലക്ഷത്തിലധികം രൂപ പഞ്ചായത്ത് പിഴ ഈടാക്കിയതായും സെക്രട്ടറി വ്യക്തമാക്കി. അടിമാലി ടൗണിലും പരിസര പ്രദേശങ്ങളിലുമുള്ള വിജനമായ ഇടങ്ങളിലും കൈത്തോടുകളിലും ഓടകളിലുമെല്ലാം മാലിന്യ നിക്ഷേപം വർദ്ധിക്കുന്നുവെന്ന ആക്ഷേപമുയർന്ന സാഹചര്യത്തിലാണ് വിഷയത്തിൽ ഗ്രാമപഞ്ചായത്ത് വീണ്ടും നടപടി ഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ടൗണിലെ ഓടകളിലേക്കും മറ്റും ശുചിമുറിയിലെ മലിനജലം ഒഴുകുന്നുവെന്ന പരാതി മുൻപ് ഉയർന്നതിന്റെ അടിസ്ഥാനത്തിൽ ഓടകളുടെ സ്ലാബുകൾ നീക്കി പരിശോധന നടത്തുകയും നടപടി കൈക്കൊള്ളുകയും ചെയ്തിരുന്നു. നാളുകൾക്ക് ശേഷമാണിപ്പോൾ വീണ്ടും സമാന രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുള്ളത്. ഏതെങ്കിലും വിധത്തിൽ മാലിന്യ നിക്ഷേപം കണ്ടെത്തിയാൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നന്ദകുമാർ പറഞ്ഞു. കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് മാലിന്യ നിക്ഷേപം അടക്കമുള്ള നിയമലംഘനങ്ങൾക്കെതിരെ 10 ലക്ഷത്തിലധികം രൂപ പഞ്ചായത്ത് പിഴ ഈടാക്കിയതായും സെക്രട്ടറി വ്യക്തമാക്കി. അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ മാലിന്യ നിക്ഷേപം വർദ്ധിച്ചു വരുന്നതായി നിരവധി പരാതികൾ ലഭിച്ചു വരികയാണ്. കഴിഞ്ഞ 1.5 വർഷമായും അടിമാലി ഗ്രാമപഞ്ചായത്ത് വിവിധ മേഖലകളിൽ മാലിന്യം വലിച്ചെറിഞ്ഞതിനും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിന്റെ പേരിലും ജലാശയങ്ങൾ മലിനമാക്കിയതിന്റെ പേരിലും കടുത്ത നടപടികൾ സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 10,89,000 രൂപ പിഴ മാത്രമായി ഈ ഓഫീസിൽ ഈടാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും ഈ പ്രവണത വീണ്ടും തുടർന്നു വരുന്ന സാഹചര്യത്തിൽ പഞ്ചായത്ത് കർശനമായ നടപടികളുമായി മുന്നോട്ട് പോവുകയും പ്രോസിക്യൂഷൻ ഇനി തുടർന്നുള്ള കേസുകളിൽ പിഴ ഈടാക്കുന്നതിന് പകരം നേരെ കോടതിയിലേക്ക് കൊടുത്ത് പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കുക എന്നുള്ള നിർദ്ദേശമാണ് മേലധികാരികളിൽ നിന്നും നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആയതുകൊണ്ട് ഇനിയുള്ള മാലിന്യ നിക്ഷേപ നടപടികൾക്ക് കർശനമായ പ്രോസിക്യൂഷൻ നടപടികൾ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ചാനലുകളിലും പത്രമാധ്യമങ്ങളിലും വന്ന ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ 2 സ്ഥാപനങ്ങൾക്ക് ആരോഗ്യ വിഭാഗത്തിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ആരോഗ്യ വിഭാഗത്തിന്റെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് ഈ സ്ഥാപനങ്ങൾക്കെതിരെയും കർശനമായ നടപടികൾ സ്വീകരിക്കുന്നതാണെന്ന വിവരം അറിയിച്ചു. വേനൽക്കാലം ആരംഭിച്ചതോടെ ടൗൺ പരിസരത്ത് പല കൈത്തോടുകളിലും ജലനിരപ്പ് താഴുകയും അവ അഴുക്കുചാലുകളായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഓടുകളുടെ സ്ഥിതിയും മറിച്ചല്ല. ദേശീയപാതയിൽ ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ ഭാഗത്ത് ചില സമയങ്ങളിൽ അസഹനീയമായ ദുർഗന്ധമുയർന്ന സ്ഥിതി നിലനിൽക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളാണ് മാലിന്യ നിക്ഷേപത്തിനെതിരെ കടുത്ത നടപടി വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്.
കുമളി ചോറ്റുപാറയ്ക്ക് സമീപം സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. കാറിന്റെ മുൻവശത്തെ ടയർ പഞ്ചറായതിനെ തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട് സ്വകാര്യ ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് അപകടമുണ്ടായത്. തൊടുപുഴയിൽ നിന്ന് കുമളിയിലേക്ക് വന്ന കാറും കുമളിയിൽ നിന്ന് ഏലപ്പാറയിലേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. കാർ യാത്രക്കാരായ തൊടുപുഴ സ്വദേശികളായ സുബൈർ, ആമിൻ, ഫാസിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കുമളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കാർ ചോറ്റുപാറയ്ക്ക് സമീപം എത്തിയപ്പോൾ മുൻവശത്തെ ടയർ പഞ്ചറാകുകയും എതിർദിശയിൽ വന്ന സ്വകാര്യ ബസ്സിലേക്ക് ഇടിച്ചു കയറുകയുമായിരുന്നു. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. കുമളി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. സഭാവിരുദ്ധരായ കത്തോലിക്ക പുരോഹിതർക്കെതിരെ വിശ്വാസികൾ സംഘടിക്കുമെന്ന് ഓപ്പൺ ചർച്ച് മൂവ്മെന്റ്. കത്തോലിക്ക സഭ നവീകരണ പ്രസ്ഥാനമായ ഓപ്പൺ ചർച്ച് മൂവ്മെന്റിന്റെ പ്രതിഷേധ യോഗം ഞായറാഴ്ച കട്ടപ്പനയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കുർബാന തർക്കം പറഞ്ഞ് പണത്തിനും അധികാരത്തിനും വേണ്ടി തെരുവിലും ബലിപീഠത്തിലും തമ്മിൽ തല്ലി പരിശുദ്ധ കുർബാന തല്ലി തകർക്കുകയും പുരോഹിതരെ കൈകാലുകൾ തല്ലിയൊടിക്കുകയും ചെയ്യുകയാണ് കത്തോലിക്ക പുരോഹിതർ എന്ന ഓപ്പൺ ചർച്ച് മൂവ്മെന്റ് ആരോപിച്ചു. ദൈവത്തിന്റെ അഭിഷിക്തരെന്നു പറയുന്ന ഈ ഗുണ്ടാ പുരോഹിതർ അസഭ്യ മുദ്രാവാക്യവിളികളുമായി തെരുവിൽ പ്രകടനം നടത്തുകയാണ്. സഭയുടെ നന്മയ്ക്കും നിലനിൽപ്പിനും വേണ്ടി ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് ഇവരെ ശാസിക്കുവാനും തിരുത്തുവാനും ഉപദേശിക്കുവാനും വിശ്വാസികൾ മുന്നോട്ട് വരണം. ഈ പുരോഹിതരെ നിലയ്ക്ക് നിർത്തുവാൻ ഇരുപക്ഷവും ചേരാത്ത വിശ്വാസികൾ രംഗത്തിറങ്ങണമെന്ന കത്തോലിക്ക സഭ നവീകരണ പ്രസ്ഥാനമായ ഓപ്പൺ ചർച്ച് മൂവ്മെന്റ് ആവശ്യപ്പെട്ടു. ഏറ്റവും ആദരപൂർവം ക്രിസ്ത്യാനികൾ വീക്ഷിക്കുന്ന പരിശുദ്ധ കുർബാനയും അതിൻ്റെ ബലിപീഠവും അതും തല്ലി തകർക്കുന്ന സ്ഥിതിവിശേഷം നമ്മൾ കാണുകയുണ്ടായി. ഇത് ഒന്നിനൊന്നിന് ഓരോ ദിവസം ചെല്ലുന്തോറും വർദ്ധിച്ചു വരുന്നൊരു പ്രവണതയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ സാഹചര്യം ക്രിസ്തീയ സഭയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയെ സംബന്ധിച്ച് ഒരു ദുസൂചനയാണ്. അതുകൊണ്ട് ഞങ്ങൾ കത്തോലിക്ക സഭ നവീകരണ പ്രസ്ഥാനമായ ഓപ്പൺ ചർച്ച് മൂവ്മെൻറ്റ് രണ്ട് ചേരിഞ്ഞിരിക്കുന്ന ഈ പുരോഹിതരുടെ ഗുണ്ടാ വിളയാട്ടം അതിനെതിരെ പ്രതികരിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. രണ്ടു പക്ഷവും ചേരാത്ത വിശ്വാസികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സഭയുടെ നിലനിൽപ്പിനും മുന്നോട്ടുള്ള വളർച്ചയ്ക്കും വേണ്ടിയിട്ട് ഇത് ചെയ്യാതെ മാർഗമില്ലാത്ത സാഹചര്യമായിരിക്കുകയാണ്. അതുകൊണ്ട് എറണാകുളം പക്ഷമെന്നോ ചങ്ങനാശ്ശേരി പക്ഷമെന്നോ പക്ഷം പിടിക്കാതെ തന്നെ സഭയ്ക്ക് വേണ്ടി നിലപാടെടുക്കുന്ന ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് അടുത്ത ഞായറാഴ്ച 1:30 കട്ടപ്പനയിൽ നമ്മളൊരു യോഗം വിളിച്ച് ചേർക്കുകയാണ്. ബലി എന്ന് പറയുമ്പോൾ, ദിവ്യബലി എന്ന് പറയുമ്പോൾ, കുർബാന എന്ന് പറയുമ്പോൾ അത് സാക്രിഫൈസാണ്, പരിത്യാഗമാണ്. ആ ത്യാഗത്തിന് വേണ്ടി അല്ലെ മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ ശരീരം നൽകിക്കൊണ്ട് അത്രയും വലിയ ഉദാത്തമായ മാതൃക കാണിച്ച ക്രിസ്തുവിനെ ഇന്ന് അവഹേളിക്കുന്ന പരിപാടികളാണ് ഇന്ന് ദേവാലയങ്ങളിൽ നടക്കുന്നത്. നമുക്കത് ചിന്തിക്കാനോ സഹിക്കാനോ പറ്റുകയില്ല. അതിനെതിരെ തീർച്ചയായും ഇവിടുത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും, പക്ഷേ പലരും പറയുകയില്ല, പലരും പ്രതികരിക്കുകയില്ല, പലരും മൗനം പാലിക്കുകയാണ്. അതിൻ്റെ കാരണങ്ങൾ പലത് കാണും. പക്ഷേ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണ വിശ്വാസികളുടെയും ഹൃദയത്തിൽ ഇവർക്ക് സ്ഥാനമില്ലാതായിരിക്കും. ഇവർ തമ്മിലുള്ള വിഷയം സഭാ സ്ഥാപനങ്ങൾക്കുള്ളിൽ വെച്ച സമാധാനപരമായി ചർച്ച ചെയ്ത് പരിഹരിക്കണം. പുരോഹിതർക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞായറാഴ്ച 1:30 കട്ടപ്പനയിൽ ഓപ്പൺ ചർച്ച് മൂവ്മെന്റിന്റെ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ചെയർമാൻ റെജി ഞൻലാനി, വൈസ് ചെയർമാൻ ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ, ഇടുക്കി ജില്ലാ പ്രസിഡന്റ് മാത്യു കൂട്ടുങ്കൽ, ഇടുക്കി ജില്ലാ സെക്രട്ടറി ML റോയ്, ജോയിന്റ് സെക്രട്ടറി രാജിച്ചൻ KA തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മുൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന നസറുദ്ദീന്റെ 3ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് വണ്ടിപ്പെരിയാറിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. വണ്ടിപ്പെരിയാർ വ്യാപാര ഭവന് മുമ്പിൽ നടന്ന പരിപാടിയിൽ യൂണിറ്റിന്റെ മുഴുവൻ അംഗങ്ങളും പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ടിപ്പെരിയാർ യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് നസറുദ്ദീൻ സാഹിബിന്റെ 3ാം ചരമവാർഷികാനുസ്മരണം സംഘടിപ്പിച്ചത്. വണ്ടിപ്പെരിയാർ വ്യാപാര ഭവന് മുമ്പിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ യൂണിറ്റിലെ അംഗങ്ങൾ നേതാവിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. നമുക്കറിയാം, ഇന്ന് കേരളത്തിലെ വ്യാപാരികൾ അന്തസ്സായി വ്യാപാരം ചെയ്തതൊപ്പം ഭയപ്പെടാതെ വ്യാപാരം ചെയ്യുവാനുള്ള അവസരമുണ്ടാക്കി തന്നത് അദ്ദേഹമാണ്. കേരളത്തിലെ വ്യാപാര ഭവൻ എന്ന ഒരു ഐഡിയ മനസ്സിൽ കൊണ്ടുവരികയും അതിൻ്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും വ്യാപാര ഭവൻ എന്ന ആശയം ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹത്തിൻ്റെ ആ വാക്കിൽ നിന്നാണ് ഉടലെടുത്തത്.
ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന ഭാരവാഹിയും യൂണിറ്റ് ജനറൽ സെക്രട്ടറിയുമായ ഹാജി നജീബ് ഇല്ലത്തുപറമ്പിൽ, യൂണിറ്റ് പ്രസിഡന്റ് എസ് അൻപുരാജ്, യൂണിറ്റ് കമ്മിറ്റി ഭാരവാഹികളായ ഹാജി എസ് ഉമർ ഫാറൂഖ്, എസ് എം ജയിലാനി, എം ആന്റണി, ടി എച്ച് തമ്പി തുടങ്ങിയവർ പങ്കെടുത്തു. വണ്ടിപ്പെരിയാർ ഡൈമുക്ക് അഞ്ചുമുക്ക് മേഖലയിലെ റോഡരികിൽ മാലിന്യം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. വീതി കുറവുള്ള റോഡിന് ഇരുവശവും കാടുപടലങ്ങൾ വളർന്നു നിൽക്കുന്നതും മാലിന്യ നിക്ഷേപവും മൂലം കാൽനടയാത്രക്കാർ പ്രതിസന്ധിയിലാണ്. റോഡരികിലെ കാടുകൾ വെട്ടിത്തെളിച്ചും മാലിന്യം ഉപേക്ഷിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിച്ചും പ്രതിസന്ധി പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വണ്ടിപ്പെരിയാർ ഡൈമുക്ക് അഞ്ചുമുക്ക് പുതുവലിയിലൂടെ ആനവിലാസം കുമളി മേഖലകളിലേക്കുള്ള എളുപ്പപാതയുടെ ജനവാസ മേഖലയിലാണ് റോഡരികിൽ മാലിന്യം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടുകളിൽ നിന്നുള്ള പ്ലാസ്റ്റിക്, ജൈവ അജൈവ മാലിന്യങ്ങളാണ് രാത്രിയുടെ മറവിൽ ഇവിടെ ഉപേക്ഷിക്കുന്നത്. ഈ വണ്ടിക്കാരനെ കൊണ്ടുവന്ന് ഇടുന്നത് ഏത് വണ്ടിയാ, യവനാ, എത്ര മണിക്കാണ് പറഞ്ഞു ഒന്നും അറിയത്തില്ല. നൈറ്റിലെ യവൻ കൊണ്ടുവന്ന് ഇടുന്നത് അറിയത്തില്ല. പകലിലെ ആറില്ല, നൈറ്റിലെ അത് കാര്യം. മാലിന്യങ്ങൾ കിടക്കുന്നതിന് തൊട്ടുതാഴെയാണ് 25-ലേറെ കുടുംബങ്ങളുടെ ഏക ആശ്രയമായ കുടിവെള്ള സ്രോതസ് സ്ഥിതി ചെയ്യുന്നത്. ഇത് മേഖലയിലുള്ളവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതായി നാട്ടുകാർ പറഞ്ഞു. ഇതിനോടൊപ്പം പൊതുവെ വീതിക്കുറവുള്ള റോഡിന് ഇരുവശങ്ങളിലും വളർന്നു നിൽക്കുന്ന കാടുകൾ കാൽനടയാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളടക്കമുള്ള കാൽനടയാത്രികർക്ക് വാഹനങ്ങൾ കടന്നു വരുമ്പോൾ റോഡരികിലേക്ക് മാറി നിൽക്കാൻ പോലും സാധിക്കാത്ത സ്ഥിതിയാണ്. കഴിഞ്ഞ ദിവസം വാഹനമിടിച്ച് ഒരാട് ചത്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. അടിയന്തരമായി റോഡിന് ഇരുവശവുമുള്ള കാടുകൾ വെട്ടിനീക്കി ഇതുവഴിയുള്ള അപകടഭീതി ഒഴിവാക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ ഇതിലിപ്പോൾ എന്നാന്ന് വെച്ചാൽ വണ്ടികൾ പോകുന്ന സമയം ഞങ്ങളെപ്പോലെ ആളുകൾക്ക് അങ്ങോട്ട് നടക്കാനെടുക്കാനും പറ്റുന്നില്ല. കാരണം രണ്ട് സൈഡും കാട് വളർന്ന് കിടക്കുക. അത് പഞ്ചായത്ത് പണിക്കാരോട് പറഞ്ഞാലും അവർ വെട്ടിമാറ്റമൊന്നും ചെയ്യുന്നില്ല. എന്നുവെച്ചാൽ പഞ്ചായത്ത് പണിക്കാരായാലും അതൊന്ന് വെട്ടിമാറ്റി ക്ലിയർ ചെയ്ത് തരണം. കാരണം എനിക്ക് ഇന്ന് ഉച്ചയ്ക്ക് ഒരു ആട് വണ്ടി ഇടിച്ച് ചത്തു. അപ്പോൾ അങ്ങനെ എന്നൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പഞ്ചായത്ത് പണിക്കാരോട് പറഞ്ഞ് അതൊന്ന് റെഡിയാക്കി തരാൻ പറഞ്ഞു. കാരണം അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് നടക്കാനെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലാതെ വഴിവിളക്ക് വെക്കാൻ പറ്റും ഇതുവരെ ഒരു മെമ്പർമാർ വഴിവിളക്ക് വെക്കുകയോ ഒന്നും നടന്നിട്ടില്ല. ഇത്രയും വർഷങ്ങളായിട്ടും മെമ്പർമാർ വന്ന് അവർ പോകുന്നുണ്ട്. പക്ഷേ ഈ 5 മുറി ഭാഗത്ത് ഒരു കാര്യങ്ങൾ അവർ ചെയ്തു കൊടുത്തൊന്നും തരുന്നില്ല. കൂടാതെ റോഡരികിലെ വൈദ്യുതി പോസ്റ്റുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന വെളിച്ച സംവിധാനങ്ങൾ മിഴിയടച്ചതും പ്രദേശവാസികൾക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. വെളിച്ചമില്ലാത്തതിനാൽ സന്ധ്യയായാൽ ഇഴജന്തുക്കളുടെയും കാട്ടുമൃഗങ്ങളുടെയും ആക്രമണ ഭീതിയിലാണ് കാൽനടയാത്രക്കാർ കടന്നുപോകുന്നത്. പ്രദേശത്തെ മാലിന്യ നിക്ഷേപത്തിനും റോഡരികിലെ കാടുകൾ വെട്ടിനീക്കി സുഗമമായ യാത്ര ഒരുക്കുന്നതിനും വെളിച്ചമില്ലായ്മ പരിഹരിക്കുന്നതിനും ബന്ധപ്പെട്ട അധികൃതർ ഇടപെടണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ ജനകീയ ആസൂത്രണത്തിന്റെ ഭാഗമായി ഗുണഭോക്താക്കൾക്ക് നടീൽ വസ്തുക്കൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിന്റെ 2024-25 സാമ്പത്തിക വർഷത്തെ ജനകീയ ആസൂത്രണത്തിന്റെ ഭാഗമായാണ് പഞ്ചായത്തിലെ മുഴുവൻ ഗുണഭോക്താക്കൾക്കും നടീൽ വസ്തുക്കൾ വിതരണം ചെയ്തത്. ഇഞ്ചി, ചേന തുടങ്ങിയ വിവിധ ഇനങ്ങൾ അടങ്ങിയ 5 കിലോയോളം തൂക്കം വരുന്ന വിത്തുകളാണ് വിതരണം നടത്തിയത്. 3 ലക്ഷം രൂപയാണ് പദ്ധതിക്ക് വേണ്ടി വകയിരുത്തിയിരിക്കുന്നത്. പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. ഇതിനു വേണ്ടിയിട്ട് വകയിരുത്തിയിരിക്കുന്ന ഫണ്ട് എന്ന് പറയുന്നത് 3 ലക്ഷം രൂപയാണ്. ഇത്രയും രൂപ ഇത് വകയിരുത്തുമ്പോൾ ഇങ്ങനെ നമ്മൾ കിഴങ്ങുവർഗ്ഗങ്ങളുടെ വിത്ത് നൽകുമ്പോൾ അത് എത്രത്തോളം ജനങ്ങൾ ഇതുമായിട്ട് സഹകരിക്കും എന്ന് ഞങ്ങൾക്ക് തന്നെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്ന് കണ്ടപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമ്മൾ വെച്ച് ആ ഫണ്ട് ഇത് പൂർണ്ണമായിട്ട് 3 ലക്ഷം രൂപയും വിനിയോഗിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എല്ലാവരും സഹകരിച്ചു. 13 വാർഡിൽ നിന്നും നിങ്ങൾ എല്ലാവരും സഹകരിച്ചു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഏതൊരു പദ്ധതി ഏറ്റെടുത്താലും അതിൽ കുറച്ച് പേര് വാങ്ങും, കുറച്ച് ഫണ്ട് നമ്മൾ എന്തിനേലും വകമാറ്റേണ്ടതായിട്ട് വരും. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അങ്ങനെ ഒരു വകമാറ്റലില്ലാതെ തന്നെ നമുക്ക് ഈ പദ്ധതി 100% പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. സാംസ്കാരിക നിലയത്തിൽ നടന്ന പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ അധ്യക്ഷനായിരുന്നു. കൃഷി ഓഫീസർ അന്ന ഇമ്മാനുവൽ, കൃഷി അസിസ്റ്റന്റ് ഓഫീസർ സ്മിത പി, പഞ്ചായത്ത് അംഗങ്ങളായ ഷൈമോൾ രാജൻ, നിഷ വിനോജ്, സോണിയ ജെറി, ജോമോൻ വി.ടി, ബിനു എന്നിവർ സംസാരിച്ചു. കട്ടപ്പന ഗവൺമെന്റ് ഐടിഐയിലെ ഇ.ഡി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വ്യാവസായിക സംരംഭകത്വ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ അനില M.K. ഉദ്ഘാടനം ചെയ്തു. തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ജോലി ഉറപ്പുവരുത്തുക, അതോടൊപ്പം സ്വന്തമായി വ്യവസായം ആരംഭിക്കുന്നതിനായി അവരെ പ്രാപ്തരാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടുകൂടിയാണ് കട്ടപ്പന ഗവൺമെന്റ് ഐടിഐയിൽ വ്യവസായ സംരംഭകത്വ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത്. പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾ ജോലിക്കായി അലയേണ്ട സാഹചര്യത്തിൽ നിന്നും സ്വന്തമായി വ്യവസായം തുടങ്ങാൻ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനായി പ്രത്യേക ക്ലാസുകളും സെമിനാറിന്റെ ഭാഗമായി നടന്നു. ഐടിഐ കോളേജ് പ്രിൻസിപ്പൽ അനില M.K. ഉദ്ഘാടനം നിർവഹിച്ചു. പഠിച്ച് ഏതെല്ലാം രീതിയിൽ നമുക്ക് അറിവ് നമ്മുടെ സ്കില്ലിന് കൂടെ കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്ന എന്തെല്ലാം അറിവ് എവിടുന്നെല്ലാം ലഭ്യമാകുമോ അവിടെയെല്ലാം നമ്മൾ പോയി അത് സ്വായത്തമാക്കുകയും നമ്മൾ തനിയെ എന്ത് ചെയ്യണം, ഒരു എന്റർപ്രണർ ആവണം എന്ന് പറഞ്ഞാൽ ഒരു വ്യവസായം നമ്മൾ തന്നെ തുടങ്ങുക, നമ്മുടെ കീഴിൽ കുറച്ച് പേരെ ജോലി ചെയ്യുക.
അല്ലാതെ നമ്മളൊരാളുടെ അടുത്ത് പോയി ജോലി താന്ന് പറഞ്ഞ് ആപ്ലിക്കേഷൻ അയക്കാന്ന് പറഞ്ഞാൽ ജോലി താന്ന് പറഞ്ഞതിന് തുല്യമാണ്. അങ്ങനെ നമ്മൾ ചെയ്തു പോകാതെ ഈ പറയുന്ന അപ്രന്റീസ് അടുത്ത വർഷം നിങ്ങളിപ്പോൾ പഠിച്ചിട്ട് ഇറങ്ങും, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അപ്രന്റീസ് കിട്ടിയാൽ അല്ലെ അപ്രന്റീസിന് വേണം എന്നുണ്ടായിരിക്കണം, വരണം, അതിൽ പങ്കെടുക്കണം. നിങ്ങൾ അവിടെ പോയി 1 വർഷത്തെ 2 വർഷ കോഴ്സുകാർക്ക് 1 വർഷത്തെയും 1 വർഷത്തെ കോഴ്സുകാർക്ക് 2 വർഷത്തെയും അപ്രന്റീസ് ചെയ്ത് നമ്മളുടെ അറിവ് വിപുലമാക്കുക എന്നുള്ളതാണ് പ്രധാനം. യോഗത്തിൽ ഗ്രൂപ്പ് ഇൻസ്പെക്ടർ PC ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ED ക്ലബ് കോർഡിനേറ്റർ മനോജ് മോഹൻ, ഉപജില്ലാ വ്യവസായ ഓഫീസർ വിജീഷ് MP, സ്റ്റാഫ് സെക്രട്ടറി മിലൻ ദാസ്, ട്രെയിനി കൗൺസിൽ അഡ്വൈസർ അനിൽകുമാർ, ഗ്രൂപ്പ് ഇൻസ്ട്രക്ടർ ജോസഫ് PM, വിനോദ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ തൂക്കുപാലം ഏരിയ സമ്മേളനവും TLT കൗണ്ടർ 105ന്റെ പ്രദർശനവും വിപണനവും നടന്നു. ബാലഗ്രാം NSS ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ജില്ലാ പ്രസിഡന്റ് KV രാജു ഉദ്ഘാടനം ചെയ്തു. പരിശീലനം, ഉൽപാദനം, വിപണനം എന്നീ ആശയത്തിൽ രൂപീകരിച്ച ടൈലർ ടച്ച് സംഘടനയിലൂടെ നിരവധി തൊഴിലാളികൾക്ക് അവസരങ്ങൾ നൽകുന്നുണ്ട്. ഇവർ നിർമ്മിക്കുന്ന എല്ലാവിധ വസ്ത്രങ്ങളും TLT കൗണ്ടറിൽ നിന്ന് പൊതുജനങ്ങൾക്ക് വിലക്കുറവിൽ വാങ്ങാം. ഇങ്ങനെ സംസ്ഥാനത്തുടനീളം നടത്തുന്ന വിപണനത്തിൽ നിന്ന് ലഭിക്കുന്ന ലാഭം ഉപയോഗിച്ചാണ് സംഘടന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കിടപ്പ് രോഗികൾ, AKTE അംഗങ്ങൾ, ക്യാൻസർ ബാധിതർ, ഡയാലിസിസ് രോഗികൾ എന്നിവർക്ക് ചികിത്സാ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. സംഘടന നടത്തുന്ന വാർഷിക സഹോദര പദ്ധതിയിലൂടെ നൽകി വരുന്ന ആനുകൂല്യങ്ങൾ നിലനിർത്താനും സമ്മേളനത്തിൽ തീരുമാനിച്ചതായി ഉദ്ഘാടന പ്രസംഗത്തിൽ KV രാജു പറഞ്ഞു. ശേഷവും ഡെയിലി കൗണ്ടറുകൾ ഇങ്ങനെ വരുന്നുണ്ട്. 1000 കൗണ്ടറുകൾ ഇടണമെന്നാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ ഒരാഗ്രഹം. 1000 കൗണ്ടറുകൾ ഇടുക എന്ന് പറഞ്ഞാൽ 3.5 ലക്ഷം മെമ്പർമാരെ ഇപ്പോൾ ഓൾറെഡി നമുക്ക് ഈ 14 ജില്ലകളിലുമായിട്ടുണ്ട്. ഈ 3.5 ലക്ഷം തൊഴിലാളികളുടെ വീട്ടിലേക്ക് ഈ സേവന പ്രവർത്തനങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനും സംഭാവനകൾ കിട്ടുന്നതിനുമായി 1000 രൂപയുടെ തുണിയെങ്കിലും TLT കൗണ്ടറിൽ ഒരു മെമ്പർ മേടിച്ചു എന്ന് ഉറപ്പാക്കും. അത് 2-3 അംഗങ്ങളുള്ള വീട്ടിലാണെങ്കിൽ പോലും നമുക്കറിയാം 1 വർഷം 1000 രൂപ ഒന്നും പോരാ. തന്നെയല്ല, നമ്മൾ ഗുണമേന്മയുള്ള തുണിത്തരങ്ങളാണ് കൊടുക്കുന്നത്. അത് കൗണ്ടറുകൾ ആരംഭിക്കാൻ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ 2-3 പേര് ചേർന്ന് ചെറിയ സ്ഥലങ്ങളിൽ ഈ സംഘടന വ്യാപകമായ പബ്ലിസിറ്റി നിങ്ങൾക്ക് അതിനെ ചെയ്തു തരും. ജില്ലാ വൈസ് പ്രസിഡന്റ് VJ ജോർജ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് ഷാലി വർഗീസിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറി പ്രമീള T പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ജയകുമാരി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. അടുത്ത 3 വർഷത്തേക്കുള്ള പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. മെയ് 4-ന് നടക്കുന്ന ജില്ലാ സമ്മേളനം വിജയിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഇരട്ടയാർ തുളസിപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി മഹാക്ഷേത്രത്തിൽ മകരപ്പൂയ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള താലപ്പൊലി ഘോഷയാത്ര നടന്നു. തിടമ്പേന്തിയ ഗജവീരന്റെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ഇരട്ടയാറിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ഫെബ്രുവരി 7 മുതൽ 11 വരെയാണ് ഉത്സവം നടക്കുന്നത്. ഇടുക്കി ജില്ലയിലെ പ്രധാന മഹാക്ഷേത്രങ്ങളിൽ ഉൾപ്പെടുന്നതാണ് തുളസിപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ഗുരുദേവ മഹാക്ഷേത്രം. ജില്ലയിലെ മനുഷ്യവാസത്തിന്റെ തന്നെ പഴമയും പ്രാധാന്യവും ക്ഷേത്രത്തിനുണ്ട്. ചരിത്രപ്രസിദ്ധമായ തുളസിപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി മഹാക്ഷേത്രത്തിലെ അഭിഷ്ടവരദായകനും ദേശത്തിന്റെ അധിപനുമായ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ഭഗവാന്റെ തിരുവുത്സവവും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ പ്രതിഷ്ഠാ വാർഷികവുമാണ് നടക്കുന്നത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികളുടെയും ക്ഷേത്രം മേൽശാന്തി തെക്കേടത്ത് ഗോപൻ ശാന്തികളുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ജാതിമത ഭേദമന്യേ ഏവരും ഒന്നായി നടത്തുന്ന ഒരു ആഘോഷം കൂടിയാണ് തുളസിപ്പാറ ക്ഷേത്രത്തിലെ ഉത്സവം. ക്ഷേത്രം പ്രസിഡന്റ് ഷിബു സത്യൻ കണ്ടത്തിൽ, സെക്രട്ടറി രാജീവ് KK കൂടയ്ക്കൽ, യൂണിയൻ കൗൺസിലർ രാജേഷ് കണ്ടംകുളത്ത് തുടങ്ങിയവർ ഉത്സവ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കുപ്പതോട് ഗവൺമെന്റ് UP സ്കൂളിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. സ്കൂൾ ഹാളിൽ നടന്ന പരിപാടികൾ മരിയാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോയി ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കി വരുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് എൻറിച്ച്മെന്റ് പ്രോഗ്രാമിന്റെ പ്രത്യേക അവതരണ പരിപാടി ഉപ്പതോട് ഗവൺമെന്റ് UP സ്കൂൾ ഹാളിൽ നടന്നു. സ്കൂൾ PTA പ്രസിഡന്റ് സീമോൾ മനത്താനത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മരിയാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോയി ഉദ്ഘാടനം ചെയ്തു. വളരെ മനോഹരമായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ കൊതി തോന്നും. കാരണം ഇംഗ്ലീഷൊക്കെ സംസാരിക്കേണ്ടത് നമ്മുടെ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഞാനൊക്കെ പഠിച്ചപ്പം ഇംഗ്ലീഷിനൊന്നും വലിയ പ്രാധാന്യമില്ല. അനുവാദമില്ലാത്ത സ്കൂളിൽ മണ്ണിനകത്ത് ഇരുന്ന് പഠിച്ചതാണ്. മുരിക്കാശ്ശേരിയിലാണ് എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയായത്. കോളേജ് വിദ്യാഭ്യാസം
എങ്കിലും എൻ്റെ പഴയകാല ചിന്തകളിലേക്ക് ഞാനൊന്ന് പോയി. പക്ഷേ ഇപ്പം സ്കൂൾ ഇവിടെ പറഞ്ഞു ടീച്ചർ, കെട്ടിടം അല്ലെങ്കിൽ ആമുഖ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞു, കെട്ടിടം മനോഹരമാക്കിയിരിക്കുന്നു. ആഴ്ചകളായി സ്കൂളിൽ നടത്തിവരുന്ന പരിശീലന പരിപാടിയുടെ ഭാഗമായി കുട്ടികൾ ആർജിച്ച ഭാഷാശേഷിയും ഇംഗ്ലീഷ് പ്രാവീണ്യവും മുൻനിർത്തി വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു. അധ്യാപകർ, PTA ഭാരവാഹികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പഴയകാല പാട്ടുപെട്ടികളുടെ ഒരു കാവൽക്കാരനുണ്ട് ഇടുക്കിയിൽ. നെടുങ്കണ്ടം സ്വദേശിയായ വരമ്പകത്ത് KC ചാക്കോ. ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഗ്രാമഫോൺ മുതൽ നിരവധി ഉപകരണങ്ങളാണ് ഇദ്ദേഹത്തിന്റെ ശേഖരത്തിലുള്ളത്. ഇന്നലകളുടെ പാട്ടോർമ്മകളുടെ കാവൽക്കാരനാണ് ചാക്കോ. 1920 കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ നിർമ്മിച്ച ഗ്രാമഫോൺ, 1924 ഗ്രാമഫോൺ പെട്ടി, വാൽവ്, ട്രാൻസിസ്റ്റർ റേഡിയോകൾ, വിവിധ റെക്കോർഡ് പ്ലെയറുകൾ തുടങ്ങി പാട്ടുപെട്ടികളുടെ വിവിധ കാലഘട്ടങ്ങളെ പ്രതിനിധീകരിക്കുന്ന നിരവധി ഉപകരണങ്ങളുണ്ട് ഇവിടെ. ഫിലിപ്സ്, അക്കായി, സിമൻസ് എന്നിങ്ങനെ ജനഹൃദയങ്ങൾ കീഴടക്കിയ മിക്ക കമ്പനികളുടെയും പ്ലെയറുകളുടെ ശേഖരം. മിക്കവയും പതിറ്റാണ്ടുകൾ പഴക്കമുള്ളവയാണെങ്കിലും എല്ലാം പ്രവർത്തന സജ്ജമാണ്. ഗ്രാമഫോൺ പെട്ടിയാണ്, ഡക്കാപ്പെട്ടി എന്നതിന് പറയും. ഇത് മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് 1924 കമ്പനി പുറത്തിറക്കിയതാണ്. അതിന് ഓരോ ഡിസ്ക് വയ്ക്കുമ്പോഴും നമ്മൾ ഓരോ നീഡിൽ മാറ്റി തരണം. നീഡിൽ മാറ്റി ഇട്ടില്ലെങ്കിൽ ആ ഡിസ്ക് ഡാമേജ് ആവും. ഇത് ഇങ്ങനെ കുഴിഞ്ഞു പോകും. ഇത് മുറപ്പെണ്ണ എന്ന സിനിമയിലെ കരയുന്നോ പുഴ ചിരിക്കുന്നു. ഇത് നമ്മൾ വെച്ചിട്ട് ഇത് വൈൻഡ് ചെയ്യും. ഇത് വൈൻഡ് ചെയ്യുമ്പോൾ സ്പ്രിങ് മുറുകുന്നതനുസരിച്ചാണ് ഇതിൽ. ആയിരത്തി 1972 വീട്ടിൽ ആദ്യ റേഡിയോ വാങ്ങിയതോടെയാണ് ചാക്കോയ്ക്ക് പാട്ടുപെട്ടികളോടുള്ള ഭ്രമം തുടങ്ങിയത്. പിന്നീട് സാങ്കേതിക വിദ്യയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് പുതിയവ വാങ്ങുകയും പഴയകാല ഉപകരണങ്ങൾ വിവിധ മേഖലകളിൽ നിന്ന് ശേഖരിക്കുകയും ചെയ്തു. അന്ന് ട്രാൻസിസ്റ്റർ റേഡിയോ ആണ്. നമുക്ക് അന്ന് വീട്ടിൽ കറണ്ടൊന്നുമില്ല. അപ്പോൾ ട്രാൻസിസ്റ്റർ റേഡിയോ നമുക്കൊരു ബാറ്ററി ഇട്ട് പ്രവർത്തിക്കുന്നത്. കറണ്ടുള്ള വീടുകളിൽ അന്ന് വാൽവ് റേഡിയോ ആയിരുന്നു, ടേബിൾ സെറ്റ്. ഇത് 1969 ഇറങ്ങിയ HMVയുടെ മോഡലാണിത്. HMVയുടെ വാൽവ് റേഡിയോ. ഇപ്പോൾ ഇത് വർക്കിംഗ് കണ്ടീഷനാണ്. ഇതിന് നമ്മൾ എയറിൽ വേണം, എർത്ത് വേണം. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നല്ല കാറ്റോടുകൂടി ഇപ്പോഴും അത് പ്രവർത്തിക്കും. അന്നിറങ്ങിയ ഫിലിപ്സിൻ്റെ ഒരു വാൽവ് റേഡിയോ ആണിത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സ്റ്റീരിയോ, അത് മോണയാണ്. സ്റ്റീരിയോ സെറ്റ് ആദ്യം ഇറങ്ങിയ ഫിലിപ്സിൻ്റെ വാൽവ് റേഡിയോ. ഇതും 69-70 കാലയളവിൽ ഇതും വർക്കിംഗ് ആണ്. ഞാൻ ഒരു റെക്കോർഡ് പ്ലെയറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുക. അത് ഒരു പിക്കപ്പ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നീട് ടേപ്പ് റെക്കോർഡർ വന്നു, സ്റ്റീരിയോ. അക്കായുടെ അന്ന് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു മോഡലാണത്. പിന്നെ ഷാർപ്പിൻ്റെ സ്റ്റീരിയോ ടേപ്പ് റെക്കോർഡർ. പിന്നെ നാഷണൽ പാനാസോണിക്. ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്, ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ഇത് എൻ്റെ മരുമകൻ്റെ അമ്മയ്ക്ക് അവരുടെ കല്യാണത്തിന് അവരുടെ ആങ്ങളെ മേടിച്ചു കൊടുത്ത സാധനമാണ്. എന്ന് പറയുമ്പോൾ ഒരു 1976-77 കാലയളവിൽ. ഇപ്പോഴത് നല്ല വർക്കിംഗ് കണ്ടീഷനാണ്. അതിൻ്റെ തന്നെ വേറൊരു മോഡലാണിത്, നാഷണൽ പാനാസോണിക്കിൻ്റെ ടേപ്പ് റെക്കോർഡർ. വളരെ നല്ല സൗണ്ടാണ് അതിൻ്റെ. വളരെ നല്ലൊരു സെറ്റാണതും. പിന്നീട് നാഷണലിൻ്റെ സ്റ്റീരിയോ സിസ്റ്റംസ്. അത് നാഷണലിൻ്റെ വേറൊരു സ്റ്റീരിയോ മോഡലാണ്. ഇത് സോണിയുടെ സ്റ്റീരിയോ സിസ്റ്റം. ഇത് കാണുന്ന ഞാൻ അന്ന് മുതൽ ഇത് ഓരോന്നിങ്ങനെ മേടിക്കാറുണ്ട്. പിന്നീട് 2000-ന് ഇവിടെ അടുത്ത് വാങ്ങിയ ഒരു സ്റ്റീരിയോ സോണിയുടെ ഒരു മ്യൂസിക് സിസ്റ്റമാണ്. ഇതിൻ്റെ അകത്ത് CD ഉണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടം മുതലുള്ള സിനിമാ ഗാനങ്ങളുടെ മികച്ച ശേഖരവും ഇവിടെയുണ്ട്. പണ്ടുകാലത്ത് സിനിമാ ആസ്വാദകർക്ക് നൽകിയിരുന്ന പാട്ടുപുസ്തകങ്ങളും ചാക്കോയുടെ ശേഖരത്തിലുണ്ട്. ഇന്നലകളിലെ സിനിമാ ഓർമ്മകളുടെ ഒരു സൂക്ഷിപ്പുകാരൻ കൂടിയാണ് ഇദ്ദേഹം.
സാങ്കേതിക വിദ്യയുടെ വിവിധ പതിറ്റാണ്ടുകളിലെ മാറ്റങ്ങളും പഴമയുടെ പ്രൗഢിയും വരും തലമുറയ്ക്കായി സൂക്ഷിച്ചിരിക്കുകയാണ് ഇദ്ദേഹം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ക്ലൈമറ്റ് നാച്ചുറൽ സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഏലക്കാ ലേലവിവരം. ആകെ ലോട്ട് 67. വിൽപ്പനയ്ക്ക് വന്നത് 13,052. വിൽപ്പന നടന്നത് 12,722. കൂടിയ വില 3,276. ശരാശരി വില 3,099. കട്ടപ്പന കമ്പോളം. കുരുമുളക് 650. ഏലം കൂടിയ വില 3000. ഏലം ശരാശരി വില 2,800. കാപ്പിപ്പരിപ്പ് 460. ഗ്രാമ്പു 900. കൊക്കോ 190. റബ്ബർ 190. സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം ഗ്രാമിന് 8,010 രൂപ. വെള്ളി ഗ്രാമിന് 107 രൂപ. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരുവന്താനം മതമ്പയിലുണ്ടായ കാട്ടാന ആക്രമണത്തിൽ മരിച്ച വീട്ടമ്മയുടെ ഭവനം സന്ദർശിച്ച ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി മേഖലയിൽ താമസിക്കുന്ന 3 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുമെന്നും കുടുംബത്തിനുള്ള നഷ്ടപരിഹാര തുകയായ 10 ലക്ഷം രൂപ ഉടനെ കൈമാറുമെന്നും കളക്ടർ. കാട്ടാന ആക്രമണത്തിൽ വീട്ടമ്മ മരിച്ചത് അങ്ങേയറ്റം പ്രതിഷേധകരമാണെന്ന് ഡീൻ കുര്യാക്കോസ് MP. അയ്യപ്പൻകോവിൽ കാഞ്ചാർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോൺക്രീറ്റ് പാലം നിർമ്മാണത്തിന് സംസ്ഥാന ബജറ്റിൽ പരിഗണന. 10 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തി. എന്നാൽ വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പദ്ധതിയായി മാറാൻ പാടില്ല എന്ന നിലപാടിലാണ് പ്രദേശവാസികൾ. കട്ടപ്പന നഗരസഭയിലെ LDF കൗൺസിലർമാർ നിരാഹാര സമരം നടത്തി. 8-ാം വാർഡ് കല്ലുകുന്നിലെ നിരവധി ആളുകളുടെ ആശ്രയമായ ആസിപ്പടി റോഡിനോട് നഗരസഭാ അധികൃതർ കാണിക്കുന്ന നിഷേധാത്മക നിലപാടിനെതിരെയായിരുന്നു LDF സമരം. മറയൂരിലെ കരിമ്പ് കർഷകർ പ്രതിസന്ധിയിൽ. തൊഴിലാളികളുടെ ലഭ്യതക്കുറവും തമിഴ്നാട് ശർക്കരയുടെ കടന്നുവരവും വിലയിടിവുമാണ് പ്രതിസന്ധിക്ക് കാരണം. മുൻകാലങ്ങളെ അപേക്ഷിച്ച് മറയൂരിൽ കരിമ്പ് കൃഷി ഇറക്കുന്ന കർഷകരുടെ എണ്ണത്തിലും വൻ കുറവ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.